ഒരു സഞ്ചാരിയായ സൂഫിയുടെ കഥയുണ്ട്. ഒരിക്കൽ അദ്ദേഹം യാത്രക്കിടയിൽ ഒരു പള്ളിയിൽ താമസിക്കുകയുണ്ടായി. അസ്ർ നമസ്കാരത്തിന് ശേഷം അവിടെയുള്ള മക്ബറയിലൂടെ ഒന്ന് നടന്നു നോക്കി. അതിൽ ഖബറുകളുടെ മുമ്പിലുള്ള മീസാങ്കല്ലിലേക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണ് പോയി തറച്ചു. ആ മീസാങ്കല്ലിലൊക്കെ ആ ഖബറാളൻ്റെ പേരും അതുപോലെ തന്നെ ആ ഖബറാളൻ ജീവിച്ച കാലയളവും എഴുതി വച്ചിട്ടുണ്ട്. അദ്ദേഹം നോക്കുമ്പോൾ വളരെ കുറഞ്ഞ കാലയളവുള്ളൂ. ചില ആളുകൾ 6 മാസം, ചില ആളുകൾ 8 മാസം, അങ്ങനെ ഏറിപ്പോയാൽ ഒരു 10-12 മാസമൊക്കെയാണ് എല്ലാവരുടെയും പേരിന് താഴെയുള്ളത്. അദ്ദേഹത്തിന് അത്ഭുതമായി. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ അവിടുത്തെ ഒരു കാരണവരെ അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ നാട്ടിൽ ഇത്രമാത്രം ശിശുമരണമുണ്ടാകാൻ കാരണം? ആ കാരണവർ അദ്ദേഹത്തെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, സഹോദര, അങ്ങനെയല്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം അള്ളാഹുവിന് വേണ്ടി, ഈ ദീനിന് വേണ്ടി എത്ര സമയമാണോ ചിലവഴിച്ചത്, അതാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മീസാങ്കല്ലിൽ എഴുതി വെക്കാറുള്ളത്. അതാണ് താങ്കൾ കണ്ടത് എന്ന്. ഇത് കേട്ടപ്പോൾ ഈ സൂഫിവര്യനായ മനുഷ്യൻ മാറി നിന്നുകൊണ്ട് സ്വന്തത്തിനോട് പറയുന്നൊരു വർത്തമാനമുണ്ട്. ഞാനെങ്ങാനും ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ തലക്കാമ്പുറത്ത് വരുന്ന, എൻ്റെ തലക്ക് മുകളിൽ വരുന്ന മീസാങ്കല്ലിൽ എന്തെഴുതി വെക്കും? ഇങ്ങനെയൊരു മനുഷ്യൻ ജീവിച്ചിട്ടേയില്ല എന്നെഴുതി വെക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്, നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു കൂട്ടം ദിനങ്ങളുടെ, ദിവസങ്ങളുടെ ഒരു കൂട്ടമാണ്. അയ്യാമു മജ്മൂഅ എന്നുള്ളതാണ്. അതിൽ നിന്ന് ഓരോ ദിവസവും കൊഴിഞ്ഞു പോകും തോറും നമ്മൾ നമ്മുടെ ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉള്ള സമയം നമ്മൾ ദീനിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.